ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് വൈ മൂഫിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ബികോം സബ്ജക്റ്റായ മൈനർ വിഷയമാണ്. മൈനർ അപ്പോൾ എൻ്റർപേഴ്സണൽ മാർക്കറ്റിംഗ് ആണ് നോക്കുന്നത്. അതിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡ്യൂഷൻ ടു എൻ്റർപേഴ്സണൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ ആശയം എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ മാർക്കറ്റിൻ്റെ ഏതെങ്കിലും രണ്ട് ലക്ഷ്യങ്ങൾ എഴുതാനാണ്. പിന്നെ ഉപഭോക്തൃ വിഭജനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. പിന്നെ നാലാമത്തെ എന്താണ് മാർക്കറ്റിംഗ് മിക്സ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംരംഭ മാർക്കറ്റിംഗ് നിർവചിക്കാനാണ്. ഇനി നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റിംഗ് വ്യാപ്തി വിശദീകരിക്കാനാണ് സ്കോപ്പ്. പിന്നെ ആധുനിക ബിസിനസിന്റെ മാർക്കറ്റിന്റെ പങ്ക് എന്താണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സംരംഭകർക്കുള്ള വിപണി ആശയങ്ങൾ അവസരങ്ങൾ തിരിച്ചറിയേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യാനാണ്. പിന്നെ അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു അദ്വിതീയ മൂല്യം നിർദ്ദേശം നിർമ്മിക്കുന്നതിനുള്ള ആശയം വിശദീകരിക്കാനാണ്. ഇനി എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് സംരംഭ വിപണനത്തിന്റെ സവിശേഷതകൾ ചർച്ച ചെയ്യാന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിപണനത്തിലെ മാർക്കറ്റിംഗ് ഉപഭോക്തൃ വിഭജനത്തിന്റെ ലക്ഷ്യമിടുന്നതിന്റെ പ്രക്രിയ വിശദീകരിക്കാന്. പിന്നെ അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് വ്യത്യസ്ത തന്ത്രങ്ങൾ വിപണിയിൽ വിജയിക്കാൻ ബിസിനസ്സുകളെ എങ്ങനെ സഹായിക്കുന്നു എന്നതാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിപണന പ്രക്രിയയിൽ സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ വിശദീകരിക്കാൻ, അതായത് ഡിസ്ക്രൈബ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ എന്റർപ്രൈസ് ഇൻ ദ മാർക്കറ്റിംഗ് പ്രോസസ്. അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അനലൈസ് ദ റോൾ ഓഫ് പൊസിഷൻസ് ഇൻ ദ മാർക്കറ്റിംഗ് പ്രോസസ്, അതായത് വിപണന പ്രക്രിയയിൽ സ്ഥാനനിർണയത്തിന്റെ പങ്ക് വിശദീകരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് എസ്സേ ടൈപ്പ് ആയിക്കാണ്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളായ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ബ്രാൻഡിങ്ങിന് പറ്റിക്കാണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ചാൻസ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഷോർട്ട് ടൈപ്പ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഇൻ മാർക്കറ്റിംഗ്, അതായത് വിപണിയിലെ ഒരു ഉൽപ്പന്നം എന്താണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത് വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻ ദ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോസസ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബ്രാൻഡിങ് ഇൻ മാർക്കറ്റിംഗ്, അപ്പോൾ മാർക്കറ്റ് ബ്രാൻഡിങ് പറഞ്ഞാൽ എന്താണ്. പിന്നെ വാട്ട് ആർ ദ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ടൈപ്പിൽ ചാൻസ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ദ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതായത് ഉൽപ്പന്ന ലൈഫ് സൈക്കിളിൻ്റെ ഘടകങ്ങൾ വിശദീകരിക്കാനാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാർക്കറ്റിംഗ് ബ്രാൻഡിൻ്റെയും സ്ഥാനനിർണയത്തിൻ്റെയും പ്രാധാന്യം ചർച്ച ചെയ്യാൻ. പിന്നെ മൂന്നാമത്തെ ബിസിനസ്സുകൾ ഉപയോഗിക്കുന്ന വ്യത്യസ്ത ബ്രാൻഡിംഗ് തന്ത്രങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വിൽപ്പന വിതരണം, അപ്പോൾ ചാനൽസ്. പിന്നെ അതിൻ്റെ വൈ ആർ ദ ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. അതായത് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം രണ്ടാമത്തെ മൊഡ്യൂളിൽ. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദെയർ ഇമ്പോർട്ടൻറ്റ് ഇൻ ബ്രിങ്ങിങ് എ പ്രൊഡക്റ്റ് ടു മാർക്കറ്റ്, അതായത് പുതിയ ഉൽപ്പന്ന വികസനത്തിൻ്റെ ഘടകങ്ങളും ഒരു ഉൽപ്പന്ന വിപണിയിലെത്തുന്നതിൻ്റെ അവയുടെ പ്രാധാന്യം വിശദീകരിക്കാനാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ട് വരുന്നത് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവിങ് ദ ഡെവലപ്പിംഗ് എ മാർക്കറ്റിംഗ് പ്ലാൻ, അതായത് ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വികസിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഘടകങ്ങൾ വിവരിക്കാൻ. അതായത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളുടെ വിജയത്തിൽ ഉൽപ്പന്ന തന്ത്രങ്ങളുടെ വിതരണ ചാനലുകളുടെയും പങ്ക് ചർച്ച ചെയ്യാൻ. അതായത് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്ന ടൈമിലാണ് വലിയ കാര്യങ്ങളാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അനലൈസ് ദ റോൾ ഓഫ് ഇ കൊമേഴ്സ് ആൻഡ് ഓൺലൈൻ സെയിൽസ് ഫോർ സ്റ്റാർട്ടപ്സ്, അതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ മോഡ്യൂളിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളാണ് മോഡേൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ അതിൽ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വൈ ആർ അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് സിഗ്നിഫിക്കൻറ്റ് ഫോർ ബിസിനസ്സസ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ പ്രൈസിംഗ് മോഡൽ ഇൻ മാർക്കറ്റിംഗ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ കണ്ടന്റ് മാർക്കറ്റിംഗ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഗറില്ല മാർക്കറ്റിംഗ്.
ഇനി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു ബിസിനസ്സിനായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ പ്രാധാന്യം വിശദീകരിക്കാൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിജയകരമായ മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ സവിശേഷത എന്തൊക്കെയാണ്, അതായത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സക്സസ്ഫുൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പോൾ ഡിസ്കസ് ഡിഫറെൻറ്റ് പ്രൈസിങ് മോഡൽ ആൻഡ് സ്ട്രാറ്റജീസ് ആണ് മൂന്നാമത്തത്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് അഗില്ല മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ് ബെനിഫിറ്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചാൻസ് ഇല്ലാതെ വരാൻ. ഇനി നമുക്ക് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദ കൺസെപ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദ കണ്ടന്റ് അപ്പോൾ മാർക്കറ്റിംഗ് ഫോർ ബിസിനസ്. പിന്നെ അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലുവൻസർ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ് റോൾ ഇൻ മോഡേൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കാണ്ട് വരുന്ന അനലൈസ് ദ റോൾ ഓഫ് പാർട്ട്ണർഷിപ്സ് ആൻഡ് കൊളാബറേഷൻസ് ഇൻ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റഫറൽ മാർക്കറ്റിങ്ങിൻ്റെ ആശയവും അതേപോലെ ഫലപ്രാപ്തിയും ചർച്ച ചെയ്യാനാണ്. പിന്നെ അതിൽ ലാസ്റ്റ് അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എക്സ്പീരിമെൻ്റൽ മാർക്കറ്റിംഗ് എന്ന ആശയവും ബിസിനസ്സുകൾക്ക് അതിൻ്റെ പ്രാധാന്യവും വിശദീകരിക്കാനാണ്. ഇനി നാലാമത്തെ മൊഡ്യൂളിൽ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ എൻ്റർപ്രൈസസിൽ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. വാട്ട് ഈസ് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. മൂന്നാമത്തെ വാട്ട് ഈസ് അപ്പോൾ റിസർച്ച് എൻജിൻ മാർക്കറ്റിംഗ്, അതായത് SEM. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ മോഡേൺ ബിസിനസ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആയിക്കാണ്ട് വരുന്നത് വാട്ട് ആർ ദ കീ കമ്പോണൻസ് ഓഫ് ദ കണ്ടന്റ് സ്ട്രാറ്റജി ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് CEO ഇമ്പോർട്ടൻസ് ഫോർ ദ അപ്പം CEMൻ്റെ ഇമ്പോർട്ടൻസ് എഴുതാനാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സംരംഭ വിപണിയിലെ ധാർമ്മിക പരിഗണനകൾ എന്തൊക്കെയാണ് എന്നതാണ്. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കുന്ന 2 പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പേര് എഴുതാനാണ് കേട്ടോ. ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അപ്പോൾ കണ്ടന്റ് മാർക്കറ്റിംഗ് എന്ത് പങ്കാണ് വഹിക്കുന്നത് എന്നാണ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓർഗാനിക് പെയ്ഡ് അപ്പം CEM തന്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എഴുതാനാണ് കേട്ടോ പത്താമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പരസ്യത്തിലും പ്രൊമോഷനിലും ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ പങ്ക് ചർച്ച ചെയ്യാനാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബിസിനസ്സുകൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നുവെന്ന് വിശദീകരിക്കാൻ. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ അപ്പോൾ കണ്ടന്റ് തന്ത്രത്തിൻ്റെ പ്രാധാന്യം വിവരിക്കാൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇംപ്രൂവ് വിസിബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിന് അപ്പോൾ റിസർച്ച് എൻജിൻ മാർക്കറ്റിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സംരംഭകർ നേരിടുന്ന ധാർമ്മിക വെല്ലുവിളികൾ എന്തൊക്കെയാണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അപ്പോൾ SEOയും SEMയും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യാൻ. പിന്നെ അപ്പോൾ കണ്ടന്റ് വിപണന തന്ത്രങ്ങളിൽ അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ പങ്ക് വിശദീകരിക്കാനാണ് അപ്പോൾ ഏഴാമത്തത്. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതായത് അപ്പം നിച്ച് മാർക്കറ്റുകൾ ടാർഗറ്റ് ചെയ്യുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ സഹായിക്കുന്നു എന്നതാണ് ക്വസ്റ്റ്യന്.